നഗരത്തിലെ തന്നെ ഏറ്റവും മികച്ച റോഡായിട്ട് ജനങ്ങൾക്ക് കൈമാറാനാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് BMBC രൂപത്തിലേക്ക് മാറ്റുന്നത്. വലിയ തോതിൽ പെരിന്തൽമണ്ണയിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ്. ഇതിൽ നഗരസഭ ഫണ്ടിറക്കിയുള്ള രണ്ടാമത്തെ BMBC റോഡായിട്ട് മാറാണ്. ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന റോഡുകളൊക്കെ മികച്ച രൂപത്തിലേക്ക് ആധുനിക രൂപത്തിലാക്കണം എന്നുള്ളത് നമ്മുടെ നയമാണ്. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിപക്ഷം പെരിന്തൽമണ്ണ നഗരസഭയ്ക്കെതിരെ ആയുധമാക്കിയിരുന്ന, മാധ്യമങ്ങളിൽ വാർത്തയായിരുന്ന ജൂബിലി റോഡ് നവീകരണത്തിനുള്ള വഴി തെളിയുകയാണ്. അതിൻ്റെ ആദ്യഘട്ട പ്രവൃത്തികൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ചെയർമാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പണികൾ വിലയിരുത്തുന്നതിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രധാന ആയുധമായിരുന്നു ഈ റോഡ്. ഒപ്പം മാധ്യമങ്ങളിൽ വളരെ തവണ വാർത്തയായിട്ടൊക്കെ വന്നതുമാണ്. എന്തായാലും ആ ഒരു റോഡിന് ഇപ്പോൾ ഒരു ശാപമോക്ഷം കിട്ടിയിരിക്കുന്നു. അതിൻ്റെ പ്രവൃത്തികൾ നടക്കാൻ പോവുകയാണ്. ഫണ്ട് വെച്ചിരിക്കുന്നു നഗരസഭ. സന്തോഷമുള്ള കാര്യമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഏത് രീതിയിലൊക്കെയാണ് ഫണ്ട് വെച്ചിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് പ്രവൃത്തികൾ നടക്കുന്നത് എന്നൊക്കെ ഒന്ന് പറയാമോ? ഓക്കെ, നമ്മൾ ജൂബിലി റോഡിൻ്റെ വർക്ക് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഈ വർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള പോലെ തന്നെ ഏറെ വിമർശനവും അതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ ആവശ്യമായിരുന്നു. അങ്ങനെ റോഡിനെ ഏറ്റവും മനോഹരമായി കൈമാറുക എന്നുള്ളതാണ് നഗരസഭ തീരുമാനിച്ചിരുന്നത്. അതിന് ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ആരംഭിച്ചിട്ടുള്ളത്. ഈ ആദ്യഘട്ടത്തിൽ വർക്ക് പൈപ്പ് ലൈൻ ശക്തിപ്പെടുത്തുക, പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വർക്ക് ഇന്ന് തുടങ്ങും. അതിനുശേഷം ഡ്രൈനേജ് വർക്ക്, അതേപോലെ തന്നെ BMBC നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും മികച്ച റോഡായി പെരിന്തൽമണ്ണയിലെ നഗരത്തിലെ തന്നെ ഏറ്റവും മികച്ച റോഡായിട്ട് ജനങ്ങൾക്ക് കൈമാറാനാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് BMBC രൂപത്തിലേക്ക് മാറ്റുന്നത്. ഇതിൻ്റെയൊക്കെ ഭാഗമായി നഗരസഭ ഈ വർക്കിലേക്ക് മാത്രമായി മാറ്റിവെച്ചിട്ടുള്ള 1,70,00,000 രൂപയാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു റോഡിനെ സാധാരണഗതിയിൽ കൈമാറിയാൽ പോലെ ആളുകൾക്ക് നല്ല രീതിയിൽ തന്നെ കൈമാറണം, മികച്ച രീതിയിൽ തന്നെ ആളുകൾക്കിത് കൈമാറണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് 1,70,00,000 രൂപ വെച്ച് ഏറ്റവും മികച്ച രൂപത്തിലേക്ക് ഈ റോഡിനെ മാറ്റിയിട്ടുള്ളത്. സ്വാഭാവികമായും പെരിന്തൽമണ്ണ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈപ്പാസായിട്ട് മാറുന്ന ജൂബിലി റോഡ്, ആ ജൂബിലി റോഡിൽ പെരിന്തൽമണ്ണക്കാർ മാത്രമല്ല, പെരിന്തൽമണ്ണ നഗരത്തിൽ വന്നു പോകുന്ന ആളുകളും പെരിന്തൽമണ്ണ നഗരത്തിലൂടെ വന്നു പോകുന്ന ആളുകൾ ഉപയോഗിക്കുന്നവരും. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച റോഡായി പെരിന്തൽമണ്ണ ഏറ്റവും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള റോഡായിട്ട് ജനങ്ങൾക്ക് കൈമാറാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. മൂസക്കുട്ടി ബസ് സ്റ്റാൻഡ് പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ഈ റോഡ് ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു റോഡായിട്ട് മാറുന്നത്. ഒപ്പം ഈ പെരിന്തൽമണ്ണയിലെ ഗതാഗത കുരുക്കിനെ ഇത് BMBC ചെയ്ത് നവീകരിച്ച് ഇതാക്കുന്നതോട് കൂടിയിട്ട് പെരിന്തൽമണ്ണയിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ആശ്വാസമാവും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ? തീർച്ചയായിട്ടും നാഷണൽ ഹൈവേയെയും ജൂബിലി റോഡിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിന് മുൻപിലുള്ള റോഡ് പൂർത്തിയാക്കിയത്. അത് BMBCയാണ് പൂർത്തിയാക്കിയത്. തുടർന്ന് ബസ് സ്റ്റാൻഡ് സജീവമായതോടുകൂടി വളരെ തിരക്ക് പിടിച്ച റോഡായി മാറിയിട്ടുണ്ട്. ഈ റോഡ് കൂടി BMBC നടത്തി ഗതാഗത യോഗ്യമാക്കുന്നതോടുകൂടി വലിയ തോതിൽ പെരിന്തൽമണ്ണയിലെ തിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കൗൺസിൽ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് തവണ ഈ റോഡിന് വേണ്ടിയിട്ട് ജനങ്ങൾ സമീപിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നില്ലേ ഈ റോഡ് ഒന്ന് ഗതാഗത യോഗ്യമാക്കി എടുക്കുക എന്നുള്ളത്? പ്രസ്റ്റീജ് ഇഷ്യൂ അല്ല, നമ്മുടെ നഗരസഭയുടെ ഏറ്റവും അത്യാവശ്യമായ ഒരു റോഡ് എന്നുള്ള നിലക്കുള്ള രൂപത്തിൽ തന്നെ നമ്മളതിനെ കാണേണ്ടത്. വ്യക്തിപരമായ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമൊന്നും ഇതിനകത്തില്ല. മൂസക്കുട്ടി സ്റ്റാൻഡ് കൂടി ഓപ്പൺ ചെയ്തതോടുകൂടി ബസ്സിൻ്റെ ഓട്ടം കൂടി ഇതിലൂടെ ആയപ്പോൾ വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് നമ്മൾ റോഡ് അനുഭവിക്കുന്നുണ്ട്. അതിന് പരിഹാരം കാണുക എന്നുള്ളത് തന്നെയാണ്. നിലവിൽ BMBC നിലവാരത്തിലേക്ക് അത് ഉയർന്നതോടുകൂടി പെരിന്തൽമണ്ണ നഗരത്തിൽ നഗരസഭ ഫണ്ടിറക്കിയുള്ള രണ്ടാമത്തെ BMBC റോഡായിട്ട് മാറുകയാണ്. പൊതുവെ നഗരസഭകൾക്ക് അങ്ങനെ BMBC നിലവാരത്തിൽ റോഡുകൾ ചെയ്യാൻ കഴിയാറില്ല. നമ്മൾ അതീവ താല്പര്യമെടുത്ത് എല്ലാവിധ റിസ്ക്കും എടുത്തിട്ടാണ് ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. അതിന് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് ചെയർമാനെയും വൈസ് ചെയർമാനെയാണ്. കൗൺസിലിനെ ആകെ നന്ദി പറയുന്നു. അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ആഗ്രഹമാണ്. അതവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ BMBC ചെയ്ത് തന്നെ ഈ റോഡ് നവീകരിക്കാൻ തീരുമാനമെടുത്തത് എന്തുകൊണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ പ്രതിപക്ഷം ഒരു ആയുധമാക്കി എടുത്തിട്ടുള്ള റോഡാണ്. നമ്മൾ സാധാരണഗതിയിൽ കൈമാറിയാൽ പോരാ, ഒരു മികച്ച രൂപത്തിൽ കൈമാറും. അതുകൊണ്ടാണ്
BMBC രൂപത്തിലാക്കണം. ഇതിൽ 1,70,00,000 രൂപയാണ് വെച്ചിട്ടുള്ളത്. ഇത് സാധാരണ രീതിയിൽ നവീകരിക്കാൻ ഒരു 30 ലക്ഷം രൂപ മതി. പക്ഷേ അത് പോരാ, നമ്മൾ നല്ല രീതിയിൽ തന്നെ കൈമാറണം എന്ന് കൗൺസിലിന് ഒരു നയമുണ്ട്. ആ നയമാണ് ഇവിടെ വ്യക്തമാകാൻ പോണത്. നഗരത്തിലെ എല്ലാ റോഡുകളും ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന റോഡുകളൊക്കെ മികച്ച രൂപത്തിലാക്കി ആധുനിക രൂപത്തിലാക്കണം എന്നുള്ളത് നമ്മുടെ നയമാണ്. അതാണ് ഇവിടെ നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്ററിലധികം പൈപ്പ് ലൈനാണ് സ്ഥാപിക്കുക. അപ്പോൾ പൈപ്പ് ലൈൻ വർക്ക് ആരംഭിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടുണ്ട്. ആ പൈപ്പ് ലൈൻ വർക്ക് കംപ്ലീറ്റ് ആവാൻ നിൽക്കുന്നില്ല. അത് ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞ ഉടനെ ഡ്രൈനേജ് വർക്ക് ആരംഭിക്കും. അങ്ങനെ ദ്രുതഗതിയിൽ ഈ വർക്ക് നടത്തി നമ്മുടെ ഏറ്റവും പെട്ടെന്ന് മഴയ്ക്കൊക്കെ മുമ്പ് വർക്ക് തീർക്കണമല്ലോ, അതിന് മുമ്പ് തീർക്കാനുള്ള പരിപാടികളിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ട് പോകുന്നത്. ഓക്കെ, തീർച്ചയായും ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. കാരണം ഈ ഒരു ജൂബിലി റോഡിന് വേണ്ടിയിട്ട് നിരവധി തവണ ആളുകൾ നഗരസഭയോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. നിരന്തരം ഒരു ആവശ്യമായിരുന്നു ഈ ജൂബിലി റോഡ് നവീകരണം. അതിന് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ തന്നെ പെരിന്തൽമണ്ണ നഗരസഭ മുൻകൈ എടുത്തിരിക്കുന്നു. ആ റോഡ് നവീകരിച്ച് BMBC ചെയ്ത് പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ദ്രുതഗതിയിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ചെയർമാൻ അറിയിച്ചിട്ടുള്ളത്. ഏറെ പ്രതീക്ഷയോടെ തന്നെ ടുഡേ ന്യൂസും ഈ ഒരു റോഡിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.